ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വേഡ് എക്സസൈസിൻ്റെ ഫസ്റ്റ് ലാബ് എക്സസൈസ് DCAയുടെ ഫസ്റ്റ് ലാബ് എക്സസൈസ് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിൽ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേഡ് ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, വേഡ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് വേണം ഓരോ പ്രോസസ്സും തുടങ്ങാൻ. ഇതുപോലെ തന്നെ ആവണമെന്നില്ല, എല്ലാവർക്കും വേഡിൻ്റെ വേർഷൻ അനുസരിച്ച് ഈ ഐക്കൺസിന് ഈ കളറിനൊക്കെ വ്യത്യാസം വരാം. സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ നോട്ടിൻ്റെ അകത്ത് തന്നെ ലാബ് വേഡെന്നും പറഞ്ഞ് കൊടുക്കുക. ന്യൂ ഫോൾഡർ വേഡ്, അതിൻ്റെ അകത്ത് ലാബ് 1 എന്നും പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതെവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഫയലിൽ പോയി സേവ് ആസ് അല്ലെങ്കിൽ സേവ് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ സേവിൻ്റെ ഐക്കൺ ഉണ്ട്, അല്ലെങ്കിൽ Ctrl+S കൊടുത്താൽ മതി. ബ്രൗസ് എന്ന് കൊടുക്കുക, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക, നോട്ടിൽ ക്ലിക്ക് ചെയ്യുക, വേഡിൽ ക്ലിക്ക് ചെയ്യുക, ലാബ് 1. എന്നിട്ട് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ ഈ ഫയലിൻ്റെ പേര് സേവ് ചെയ്യുക. ഇതിലിപ്പോൾ ലെറ്റർ 1 എന്നും പറഞ്ഞ് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ 1 എന്നും പറഞ്ഞ് സേവ് ചെയ്യുക. സേവ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന അറിയാൻ നോട്ടിൽ പോവുക, വേഡിൽ പോവുക, ലാബ് 1 പോവുക. ഉണ്ട് ലെറ്റർ 1. നമ്മൾക്ക് ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്താണെങ്കിലും ന്യൂ വേഡ് ഡോക്യുമെൻ്റ് എന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും നമുക്കൊരു വേഡ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. വേണമെന്നല്ല, എല്ലാ ഡോക്യുമെൻ്റ് വേണമെങ്കിലും ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേഡിൽ പോവുക, വേഡെന്ന് ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഫസ്റ്റ് തന്നെ ഇവിടെ സൈഡിലുണ്ടാവും, റീസെൻറ്റിലുണ്ടാവും. അല്ലെങ്കിൽ ഓപ്പൺ അതർ ഡോക്യുമെൻറ്റ്സ് എന്നാണ് അതിനകത്ത് കണ്ടോ, ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഇതിൽ ചിലയിടത്ത് ബോൾഡായിട്ട് കൊടുക്കാനുണ്ടാവും, സൈസ് വ്യത്യാസം ഉണ്ടാവും, ഇറ്റാലിക്സിൽ കൊടുക്കാനുണ്ടാവും. അങ്ങനെ നമ്മൾ സ്പേസ് അതൊക്കെ കൊടുത്ത് അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ചെയ്താൽ അതിനുടനെ തന്നെ സേവ് ചെയ്യുക. ഈ കറണ്ട് പോവുക അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇത്രയും നാൾ ടൈപ്പ് ചെയ്തത് മൊത്തം സേവായി കിടക്കാൻ വേണ്ടിയിട്ട് Ctrl+S വെച്ച് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ വേഡിൻ്റെ ഫോണ്ട് നമ്മൾ ടൈംസ് ന്യൂ റോമനാണ് നോർമലി ഉപയോഗിക്കുന്നത്. അത് ടൈംസ് ന്യൂ റോമനായിട്ട് ആദ്യമേ കൊടുത്തേക്കുക. പിന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. സോ ആദ്യമേ തന്നെ ഇത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ സേവ് ചെയ്യുക.
സേവ് ഇവിടെ തന്നെ കൊടുത്താൽ മതി, സേവായിട്ട്. അതിന് ശേഷം അത് സേവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പോലെ തന്നെ മാറ്റങ്ങൾ വരുത്തുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെയിൻ്റെനൻസ് എന്നുള്ള ആ ഒരു ഒറ്റ ലൈൻ ഫുൾ ബോൾഡിൽ വേണം കൊടുക്കാൻ. അതിന് അത് ഫുള്ള് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ ഹോമിൽ ബോൾഡെന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+B ഞെക്കിയാലും മതി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇറ്റാലിക്സിലാണ് കൊടുത്തേക്കുന്നത്. ഇറ്റാലിക്സ് കൊടുക്കാൻ സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുക. അതിൽ ഞെക്കുക, അല്ലെങ്കിൽ Ctrl+I കൊടുത്താൽ മതി. താഴത്തോട്ട് വരുമ്പോൾ ഇതെല്ലാം സ്പേസ് കൊടുത്താണ് ചെയ്തത്. ഇതിപ്പോൾ ഇതുമായിട്ട് ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ടാബ് കീയിൽ ഞെക്കിയാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടാബ് ഞെക്കുക. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഉള്ളത് ഈ നമ്പറിങ് ആണ്. ഇത് ഇത്രയും ടൈപ്പ് ചെയ്യുക, ഇതിനനുസരിച്ചാണ് ടൈപ്പ് ചെയ്യുക. ഒരു സ്പേസ് ബാറോ അല്ലെങ്കിൽ ടാബോ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ സ്പേസ് ബാറാണ് ഞാൻ കൊടുക്കുന്നത്. ഈ നമ്പർ ഈ ഐറ്റംസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്പർ എന്ന് പറഞ്ഞിടുക, അതിൻ്റെ താഴത്ത് എൻ്റർ കൊടുത്ത് നമ്പറിങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനുണ്ട്. നമ്പർ ഇവിടെ 1 കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ കണ്ടോ ഹോമിൽ തന്നെ പാരഗ്രാഫ് സെക്ഷനിൽ നമ്പറിങ് എന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഈ നമ്പർ കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിൻ്റെ മുകളിലായതുകൊണ്ടാണ്. പകരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി. കണ്ടോ, ഞെക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ആയിക്കോളും. പിന്നെ ഇടയ്ക്ക് ഈ ടൈപ്പിംഗ് ഒക്കെ സ്പേസ് ബാർ അടിച്ചാണ് കൊടുക്കുന്നത്, വേറെ ഒന്നും അടിക്കുന്നില്ല. ടാബ് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ റെഡിയായെന്ന് വരില്ല. സോ ഇത് സ്പേസ് ബാർ അടിച്ച് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇതിൽ നമ്പറിങ് സിസ്റ്റം കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്പേസ് കൊടുത്തതാണ് കേട്ടോ. സ്പേസ് കൊടുത്താണ് ഇങ്ങനെ ആക്കിയത്, അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഓരോന്ന് കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 നമ്പർ വരണമെങ്കിൽ നമ്മൾ ആ നമ്പറിങ് കൊടുത്തുകൊണ്ട് എൻ്റർ കൊടുക്കുമ്പോൾ തന്നെ വന്നോളും. അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ നമ്പറും ഓരോ പ്രാവശ്യം നമ്മൾ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട കേസസ് വന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് ആയിക്കോളും. ഇതിപ്പോൾ 4ാമത്തെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. കണ്ട സ്പേസ് കൊടുക്കുക, 6 and 2 3 8 9 10 hours. ശേഷം ഇതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസസ് ഇതുപോലത്തെ സ്പേസസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, കീബോർഡിലുള്ള. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ടാബ് അടിച്ചു കൊടുത്താൽ മതി, കൂടുതൽ അടിക്കരുത്.
അല്ലെങ്കിൽ സ്പേസ് അടിച്ചു കൊടുത്താൽ മതി. ടാബ് അടിക്കുമ്പോൾ തന്നെ ഓക്കെ ആവുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. സേവ് ദ ഫയൽ ഇൻ യുവർ ഫോൾഡർ വിത്ത് ദ നെയിം ലെറ്റർ 1. നമ്മൾ ഓൾറെഡി ഫോൾഡറിൽ സേവ് ചെയ്തേക്കുന്ന ഉണ്ട് ലെറ്റർ 1. നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സേവ് ക്ലിക്ക് ചെയ്താൽ മതി, സേവ് ആയിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലോസ് ദ ഡോക്യുമെൻറ്റ്. ക്ലോസ് ദ ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഓപ്പൺ ദ ന്യൂലി ക്രിയേറ്റഡ് ഫയൽ. ഓപ്പൺ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ടിൽ പോവുക, വേർഡ് ടൈപ്പ് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ റീസെൻറ്റിലുണ്ടാവും ഓപ്പൺ അതർ ഡോക്യുമെൻറ്റ്സിൽ ലെറ്റർ 1 ക്ലിക്ക് ചെയ്യുക. നമ്മളപ്പോൾ അത്രയും ടൈപ്പ് ചെയ്തത് എല്ലാം ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. നമ്മൾ സേവ് കൊടുത്തിട്ട് വേണം ക്ലോസ് ചെയ്യാൻ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ ഹെഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. അത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വെച്ചാണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്കാനാണ് പറഞ്ഞത്. അതിന് ഹോമിൽ റീപ്ലേസ് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ദ ഫസ്റ്റ് ലൈൻ ഇൻ ബോൾഡ്. ഫസ്റ്റ് ലൈൻ ഓൾറെഡി ബോൾഡാണ്. ബോൾഡ് അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, ഫുള്ള് ഇവിടെ ബോൾഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി ബോൾഡാണ് കണ്ടോ. ഇനി ഒന്നുകൂടി ഞെക്കിയാൽ അത് ബോൾഡ് മാറും. ഇനി സെൻട്രലൈസ് ദ ഫസ്റ്റ് 3 ലൈൻസ്. സെൻട്രലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് 3, 1 2 3 ഫസ്റ്റ് 3 ലൈൻസ് ഫുള്ള് സെലക്ട് ചെയ്യുക. ഹോമിൽ തന്നെ സെൻറ്റർ എന്നും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾ ഞെക്കിയാൽ മതി. ക്ലിക്ക് ചെയ്യുക, സെൻറ്ററായി. ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് 3 സെൻറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇൻസേർട്ട് ദ ഫോളോയിങ് എൻട്രീസ് ആസ് 1 2 3 and 4 വിത്ത് കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇൻ അതർ എൻട്രീസ്. ഇവിടെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സ്ഥാനത്തിൻ്റെ അടുത്ത് ഈ പറഞ്ഞ എൻട്രീസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ താഴത്തായിരിക്കണം ഇത് വരേണ്ടത്. ഇപ്പോൾ ഉള്ളത് അതിൻ്റെ താഴത്ത് തന്നെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എൻട്രി ടൈപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നേരത്തെ നമ്മൾ നമ്പറിങ് സിസ്റ്റം കൊടുത്തുകൊണ്ടുള്ള ഗുണമാണ്. നമ്മൾ എൻ്റർ കൊടുത്തപ്പോൾ തന്നെ ഓൾറെഡി താഴത്തോട്ട് നമ്പരൊന്നും വ്യത്യാസം വരേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട കേസസ് ആണെങ്കിൽ പോലും നമ്മൾക്ക് കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്താലും ആ നമ്പർ അതുപോലെ തന്നെ വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈച്ച് ടൈം നമ്മൾ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. 6N 5 4 6 7.
23 no's. Eight, 10, 3, 4, 5, 7, 12 no's. Seven and 4, 5, 6, 7. 23 no's. ഇപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ, 2, 3, 4ൻ്റെ സ്ഥാനത്ത് ഇത് 3 ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം 2, 3, 4 ബാക്കിയെല്ലാം അതിൻ്റെ താഴത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ദ തേർഡ് ആൻഡ് സിക്സ്ത് എൻട്രീസ്. നമ്പറിംഗ് സിസ്റ്റം വേറൊരു ഹെൽപ്ഫുള്ളാണ് ഈ ഡിലീറ്റ് ചെയ്യുമ്പോൾ കേസസ്. തേർഡ് ആൻഡ് സിക്സ്ത് എൻട്രീസ് എന്നാണ് പറയണത്. അപ്പോൾ തേർഡ് എൻട്രി സെലക്ട് ചെയ്യുക, കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് സിക്സ്ത് എൻട്രിയും സെലക്ട് ചെയ്യുക. ഇത് രണ്ട് സെലക്ട് ആയി. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തനിയെ നമ്പർ അറേഞ്ച് ആയിക്കോളും. ഇപ്പോൾ തേർഡെന്ന് പറഞ്ഞ് കാണിച്ചു തന്നാൽ ഫോർത്തിൽ കിടന്നു വെച്ച് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ്. ഇതാണ് അതിൻ്റെ വേറൊരു ഗുണം. അത് കഴിഞ്ഞു. ഇനി മേക്ക് എ കോപ്പി ഓഫ് ദ എബോവ് ഡോക്യുമെൻറ്റ് വിത്ത് ദ ഫയൽ നെയിം വിത്ത് ദ നെയിം ലെറ്റർ 2. ലെറ്റർ 2 എന്നും പറഞ്ഞ് സേവ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഫയലിൽ സേവ് ആസ് ലാബ് 1ൻ്റെ അകത്ത് ലെറ്റർ 2 സേവ് എന്ന് കൊടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ലെറ്റർ 2 ആയി മാറിയിട്ടുണ്ട്. ലെറ്റർ 2ൽ ഡിലീറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ലെറ്റർ 1. ലെറ്റർ 1ൻ്റെ കാര്യം പറഞ്ഞ് ഈ ലെറ്റർ 2 നമുക്ക് ക്ലോസ് ചെയ്യാം. ലെറ്റർ 1 നമ്മൾക്ക് ആ നോട്ടിൽ വേർഡിൽ ലാബ് 1ൽ ലെറ്റർ 1 എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് പാരഗ്രാഫ് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലാസ്റ്റ് പാരഗ്രാഫ് മീൻസ് ഇത് ഫുള്ളിങ്ങനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അത് പോയിട്ടുണ്ട്. പിന്നെ സേവ് വൺസ് അഗെയിൻ ഫോർ ദ കറക്ഷൻസ് മെയ്ഡ്. ഇവിടെ സേവ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ കൺട്രോൾ എസ്, ക്ലോസ് ദ ഡോക്യുമെൻറ്റ്, ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് ഫസ്റ്റ് ലാബ് എക്സസൈസിലുള്ളത്.